ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അച്ചുകുട്ടൻ അംഗൻവാടിയിലേക്കാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കാൻ പോയത്. അപ്പോൾ ഇന്ന് അംഗൻവാടിയിൽ പോഷകാഹാര പ്രദർശനമായിരുന്നു കേട്ടോ. അതിലുള്ള വിഭവങ്ങളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അമ്മമാരും ടീച്ചേഴ്സും എല്ലാം കൂടി എന്താ പറയണ്ടേ ഉണ്ടാക്കിയ വിഭവങ്ങളാണ്. പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ മനസ്സ് പോലും വിചാരിക്കാത്ത ഐറ്റംസിനൊക്കെ ഉണ്ട്. അടിപൊളിയിൽ ഉണ്ടാക്കിയ അമ്മമാരുണ്ട് കേട്ടോ, ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഈ ഉണ്ടാക്കിയ ഫുഡുകൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ടൈമാണിത്. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റാഗീനെ കൊണ്ടൊക്കെ കേക്കും പല ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയ ഈശ്വര, ഇതൊക്കെ ഇത്രയും അടിപൊളിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എന്താ പറയണ ചിന്തിച്ചു പോയി. റാഗിയൊക്കെ ചിലപ്പോൾ കുറുക്ക് രൂപത്തിൽ കാച്ചിയ കുട്ടികൾ കുടിക്കുന്നുണ്ടാവില്ല. പക്ഷേ കേക്കിൻ്റെയും പല മോഡലിലാക്കിയപ്പോൾ അവർ നല്ല ആസ്വദിച്ച് കഴിച്ചിരുന്നു. പിന്നെ ടീച്ചർമാർ ഇതിനെ കൊണ്ടൊരു പൂക്കളം കൂടി ഒരുക്കിയിരുന്നു കേട്ടോ. റാഗി മാത്രമല്ല കേട്ടോ, ക്യാരറ്റ്, അമൃതം പൊടി, അതിനെ കൊണ്ടൊക്കെ പല ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു. ക്യാരറ്റ് പായസമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതിന് അമൃതം പൊടീനെ പേടയും പല ഐറ്റംസും ഉണ്ടായിരുന്നു. പേര് പോലും അറിയാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും ആണ് ഇത് ഉണ്ടാക്കിയത്. ടീച്ചേഴ്സ് തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പാരൻസ് തന്നെ ഒരു 2-3-4 ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയതുണ്ട്. അപ്പം ഞാനും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിന്. അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ മക്കളെ തന്നെയാണ് കേട്ടോ ആദ്യം വിളിച്ചത്. അപ്പോൾ അച്ചക്കുട്ടന് ഫുഡ് എന്ന് കേട്ടാൽ വിളിക്കേണ്ട താമസം അച്ചക്കുട്ടൻ പോവുക. അപ്പോൾ അച്ചക്കുട്ടൻ അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അച്ചക്കുട്ടൻ മാത്രമല്ല എല്ലാവരും, വീട്ടിൽ നിന്ന് കഴിക്കാത്ത ആൾക്കാർ പോലും അന്ന് അവിടെ നിന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്തുകാർക്കും ടീച്ചേഴ്സിനും ഒരു അഭിനന്ദനം പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയ്ക്കും അടിപൊളിയായിട്ട് ഈ പരിപാടി നടന്നിരുന്നു കേട്ടോ.